ഇത് കിളിക്കൂട് സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിധി എല്ലാ ഫ്രണ്ട്സിനെയും കൊണ്ട് വീട് കാണിക്കാൻ കൊണ്ടുവന്നത്. പിന്നെ സുധീഷ് പറയുന്നുണ്ട്, അവരിവിടെ എന്തിനാ വന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല, അവൻ്റെ ആ വല്ലാത്ത നോട്ടവും എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നുണ്ട് സുധീഷിൻ്റെ അടുത്ത്. അതെന്താ അവൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് പറഞ്ഞതിന് നിനക്കിപ്പോൾ എന്താ കുഴപ്പം, വന്നിട്ട് പോയല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതോ ഭർത്താവിൻ്റെ ഒരു സംശയമേ എന്ന് നികേഷ് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് സുധീഷ് പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെ സംശയമൊന്നുമില്ല, നിന്നെ ഭർത്താവായിട്ട് പോലും അവരുടെ മുമ്പിൽ പരിചയപ്പെടുത്തിയില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് സുധീഷ് പറയുന്നുണ്ട്, നിങ്ങൾ നോക്കിക്കോ, ഞാൻ ഇന്ന് മുതൽ വെല്ലുവിളിക്കുന്നു, 3 മാസത്തിനകം അവനാണെങ്കിൽ എന്തായാലും ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, നീ മനസ്സിലാക്കണം. എന്ത് 150 ദിവസത്തിനകത്ത് ഒരു തീരുമാനം എന്ന് ചോദിക്കുന്നുണ്ട് സുധീഷിൻ്റെ അടുത്ത്. അപ്പോഴത്തേക്ക് സുധീഷ് പറയുക, എൻ്റെ ഭർത്താവായിട്ട് അവൾ അംഗീകരിക്കും, അത് നിങ്ങൾ നോക്കിയിരുന്നോ എന്നൊക്കെ പറയുന്നുണ്ട്. ശരി ശരി എന്ന് പറഞ്ഞ് കളിയാക്കുക 3 പേരും കൂടെ. സുധീഷ് അങ്ങനെ വാശി പിടിച്ചിട്ട് പോവുക. ഇത് കേട്ടിട്ട് നികേഷ് പറയുന്നുണ്ട്, എന്തായാലും ഇനി അടുത്തിനി എന്താ കാണാൻ പോകുമെന്ന് അറിയില്ല, ഇതിൻ്റെ പേരും പറഞ്ഞ് ഇതൊക്കെ കണ്ടിരിക്കേണ്ടി വന്ന അവസ്ഥയാണല്ലോ എനിക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, എന്തായാലും അവൻ എന്തെങ്കിലും ചെയ്തോട്ടെ, അവൻ്റെ വിഷമം അവനല്ലേ അറിയാവുള്ളൂ, എന്തായാലും ഇത്തിരി ഓവർ തന്നെ അവൻ്റെ കാര്യം എന്നും പറയുന്നുണ്ട്. നിധിയാണെങ്കിൽ ഭാസ്കറിൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നുണ്ട്. രാത്രി നികേഷിൻ്റെ അടുത്ത് എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഭാസ്കരൻ കണ്ടത് കൊണ്ടാണ് ഭാസ്കറിൻ്റെ അടുത്ത് നിധി വന്നിട്ട് പറയുന്നുണ്ട്, ഈ വീട്ടിലെ നല്ലൊരു വീടായിട്ട് നേരത്തേതിനേക്കാളും നല്ലതായി വരാൻ ഇഷ്ടപ്പെടുന്നില്ലേ, അതുമാത്രമല്ല ഇപ്പം എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഭാസ്കരൻ പറയുക, ഇതൊരു വീടല്ലായിരുന്നു, എന്തോ ഒന്നും അവിടെ വന്ന് കിടക്കും, ആ ഒരു അവസ്ഥയായിരുന്നു എനിക്ക്. എന്നാൽ ഇന്നാണെങ്കിൽ മോൾ വന്നേ പിന്നെ അതെല്ലാം മാറി. ഇന്നാണെങ്കിൽ എനിക്ക് ഇത് വീടാണെന്ന് തോന്നുകയും അതുപോലെ നിധി വന്നേ പിന്നെ ഒരു വളരെ മാറ്റമായി ഈ വീട്ടിൽ സംഭവിച്ചത്. അത് ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തതാ. അതുകൊണ്ട് തന്നെയാണ് ഇവർക്കെല്ലാവർക്കും നിധിയോട് ഭയങ്കര ഇഷ്ടം തോന്നുകയും ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. എന്തായാലും മോള് ചെയ്തത് ശരിയായില്ല. ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് കെട്ടിയ താലിയാ ഞാൻ അവനെ കൊണ്ട് മോളെ കഴുത്തിൽ കെട്ടിപ്പിച്ചത്. അത് മോള് ഊരിക്കൊടുത്തെന്നറിഞ്ഞപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നിയെന്ന് പറയുന്നുണ്ട് ഭാസ്കരൻ. ഇത് കേട്ടപ്പം നിധി പറയുക, അത് എന്നെക്കൊണ്ട് ഓരോന്ന് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാ, അല്ലാതെ ഞാനാണെങ്കിൽ പിന്നെ എനിക്ക് തോന്നി ഇത് അധികാരത്തിൽ ശബ്ദത്തിൽ കൂടുതലായിരുന്നു സുധീഷിന്, അതൊന്ന് മാറ്റിയെടുക്കാനും വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. അതുമാത്രമല്ല എനിക്ക് ഈ ബന്ധത്തോട് മുന്നോട്ട് പോകാൻ താല്പര്യവുമില്ല, ഞാൻ ഡൈവേഴ്സിന് വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടെന്ന് ഭാസ്കരടുത്ത് പറയുന്നുണ്ട്. ഇത് കേട്ടതും ഭാസ്കരൻ ഞെട്ടിയിരിക്കുക. എന്തായാലും എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞത്, എന്തായാലും ഇതിൻ്റെ ആവശ്യമൊന്നുമില്ലായിരുന്നു. മോളെ എന്താ വെച്ചാലും ആദ്യമായിട്ട് കല്യാണം കഴിച്ച ഒരു ചെറുക്കനല്ലേ, അത് പെട്ടെന്ന് മറക്കാൻ പറ്റുമോ, അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്ക് എന്നൊക്കെ പറഞ്ഞ് നിധിയുടെ അടുത്ത് പറയുന്നുണ്ട്. നിധി ഇതെല്ലാം ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. നിധി വീണ്ടും പറയുന്നുണ്ട്, ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത് എൻ്റെ അച്ഛനും അമ്മയും കുറിച്ചാണ്. അവിടെ ആ വീട്ടിലുണ്ടായിരുന്നപ്പോഴുള്ള എൻ്റെ ആ ഒരു സന്തോഷവും അതുപോലെ തന്നെ അവരുമായിട്ടുള്ള ഞങ്ങൾ ഇതുപോലെ സംസാരിച്ചിരിക്കുമായിരുന്നു വൈകുന്നേരമൊക്കെ, അതൊക്കെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റുന്നില്ല. എന്തായാലും അവൻ്റെ കല്യാണാലോചന വന്നേ പിന്നെയാണ് എൻ്റെ ആ വീട്ടിൽ സമാധാനക്കേട് സംഭവിച്ചത്, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അപ്പോഴത്തേക്കും ഭാസ്കരൻ പറയുന്നുണ്ട്, അത് കാരണമല്ലേ മോള് ഈ വീട്ടിൽ വരാൻ കാരണമായത്, ഓരോ നിമിത്തങ്ങളാണ് അതൊക്കെ ആലോചിച്ചിട്ട് ഇനി ഒരു കാര്യവുമില്ല എന്ന് ഭാസ്കരൻ പറയുന്നുണ്ട് നിധിയുടെ അടുത്ത്. ഈ സമയത്ത് സുഭാഷ് വരുന്നുണ്ട്. മോളെ ഭക്ഷണം കഴിക്കാൻ വാ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ഇത് സുധീഷ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സുധീഷ് വന്ന് സുഭാഷിൻ്റെ അടുത്ത് പറയുക, എൻ്റെ അടുത്ത് ഇഷ്ടം തുടങ്ങി വരിക, നിങ്ങളാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം മോളെ എന്നൊക്കെ വിളിച്ച് അനിയത്തി സ്നേഹമൊന്നും കൂടുതലൊന്നും കാണിക്കണ്ട, അത് കാണിക്കുമ്പോഴാണ് എൻ്റെ അടുത്ത് അടുപ്പം കുറയുന്നത് എന്ന് സുഭാഷിൻ്റെ അടുത്ത് പോയി പറയുന്നുണ്ട് സുധീഷ്. ഇത് കേട്ടിട്ട് സുഭാഷ് പറയുക, നീ നിന്റെ ഭാര്യയെടുത്ത് സംസാരിക്കുക, ഞാനാണെങ്കിൽ എൻ്റെ അനിയത്തിയെടുത്ത് എങ്ങനെയോ അതുപോലെ ഞാൻ നിധിയെടുത്ത് സംസാരിക്കുന്നത്, അത് ഇത്തിരി ഓവർ തന്നെയാണ്. അതുപോലെ തന്നെയാണ് നിധിക്ക് നിങ്ങളടുത്ത് ഭയങ്കര ചേട്ട സ്നേഹം. അതിനിപ്പോൾ നിനക്കെന്താ, വേറൊന്നും അല്ലല്ലോ, സഹോദരനായിട്ടല്ലേ കരുതുന്നത്, നമുക്കും ഒരു സഹോദരനുണ്ട്, അതുപോലെ എന്നെയും കരുതുന്നു, അതിന് കാര്യം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല സുധീഷേ, നിന്റെ പ്രവൃത്തിയിലുള്ള ദോഷം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, ആദ്യം അത് നീ മനസ്സിലാക്ക്, എന്നിട്ട് മതി ബാക്കിയുള്ളവരെ കുറ്റപ്പെടുത്താൻ എന്ന് പറയുന്നുണ്ട് സുഭാഷ്. ഇത് കേട്ടത് നിധിയാണെങ്കിൽ വരുമോ, എന്താ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞാൻ കൂടെ കേൾക്കട്ടെ. ഇല്ല ഞാൻ പറയുകയായിരുന്നു, സമയത്തിന് എന്തോ ദോഷമുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, നമുക്കൊന്ന് അമ്പലത്തിൽ പോയാലോ നിധി എന്ന് ചോദിക്കുന്നുണ്ട്.
അപ്പോഴത്തേക്ക് സുഭാഷ് പറയുക, ആര് വിളിച്ചാലും പോകാത്തവനാ അവൻ, തോന്നുമ്പം പോവുമായിരിക്കും, എന്നാലും തോന്നി ഇപ്പോഴൊന്നും ഞാൻ പോണ കണ്ടിട്ടില്ല, നിധിയെ വിളിച്ചതല്ലേ, എന്തായാലും കൂടെ പോ, പ്രാർത്ഥിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിധി പറയുക, നമുക്കൊരു കാര്യം ചെയ്യാം, എല്ലാവരുമായിട്ട് നമുക്ക് ക്ഷേത്രത്തിലോട്ടൊന്ന് പോവാം, കുറേ നാളായില്ലേ പോയിട്ട്. അപ്പോഴത്തേക്കും സുഭാഷ് പറയുക, ശരി എന്നാൽ നമുക്ക് ഒരു ദിവസം പോവാം, ഞാൻ അത് പറയാമെന്ന് പറയുക. അപ്പം നികേഷ് പറയുക, ഞാനും വരും കേട്ടോ. അപ്പോഴത്തെ നികേഷ് പറയുക, എനിക്ക് വർക്ക്ഷോപ്പിൽ ജോലിയുണ്ട്, എങ്കിലും ഞാൻ നോക്കട്ടെ, ഞാൻ വരാം. അല്ല, ക്ഷേത്രത്തിൽ പോകേണ്ട കാര്യമില്ലേ, ഞാൻ വരാം, രാവിലെ വന്നിട്ട് പോവാം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ രാവിലെ ആണെങ്കിൽ സുഭാഷ് ജോലിക്ക് പോവുകയും ചെയ്യുന്നുണ്ട്, നിധി ഓഫീസിലും പോകുന്നുണ്ട്. അങ്ങനെ നികേഷ് വർക്ക്ഷോപ്പിൽ പോയപ്പോഴത്തേക്കും അവിടെ സ്നേഹിക്കുന്ന കുട്ടി വന്നിരിപ്പുണ്ട്. വന്നിട്ട് പറയുക, എനിക്കാണെങ്കിൽ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, ഞാനാണെങ്കിൽ ഇഷ്ടമാണോ എന്ന് നോക്കി ബാക്കി നടന്ന സമയത്ത് എനിക്കാണെങ്കിൽ ഇഷ്ടമൊന്ന് പറയുമോ എന്നായിരുന്നു പേടി, എന്നാൽ ഇപ്പോൾ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് നല്ല സ്നേഹത്തോടെ അവനും പറയുന്നുണ്ട്, എന്താ വീട്ടിലെ അവരറിഞ്ഞ വഴക്ക് പറയില്ലേ, പോവാൻ സമയമായില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് പറയുക, എൻ്റെ വീട്ടിലാണെങ്കിൽ എൻ്റെ ചേട്ടൻ്റെ അടുത്താണ് സ്നേഹം, ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്, എൻ്റെ അടുത്ത് ഒരു മൈൻഡും ഇല്ല ചില സമയത്ത്. എനിക്കത് ആലോചിക്കുമ്പോൾ പറയും, ഈ ആണുങ്ങളുടെ അടുത്താണല്ലോ ഈ അമ്മമാർക്ക് സ്നേഹം കൂടുതലെന്ന്. അപ്പോഴത്തേക്ക് നികേഷ് പറയാം, അങ്ങനെയൊന്നുമില്ല, ഞങ്ങളെ വീട്ടിലാണെങ്കിൽ ഞങ്ങളെ 3 പേരും അമ്മയുടെ സ്ഥാനത്ത് നിന്ന് കാണുന്നത് സുഭാഷ് ചേട്ടനാണ്, അതുപോലെ തന്നെയാണ് സുഭാഷ് ചേട്ടന് ഞങ്ങളടുത്ത് അതുപോലെ തന്നെ സ്നേഹവും എല്ലാം ഉണ്ടാക്കി തരുന്നത്, ഒരുപോലത്തെ ഭക്ഷണമാണ്, അതിനൊക്കെ സുഭാഷ് ചേട്ടനെ സമ്മതിച്ചേ പറ്റുള്ളൂ എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് ഇരുന്നപ്പോഴത്തേക്കുമാണ് അവിടെ അച്ഛൻ വരുന്നത് അതുവഴി. അപ്പോഴത്തേക്ക് അച്ഛനും ചേട്ടനും വരുന്നുണ്ട്. ഇത് കണ്ടോണ്ട് വന്നിട്ട് ഓടി വലിച്ച് അടിക്കുക, ഓടി വന്ന് കൈ വലിച്ചെടുത്തുകൊണ്ട് പോവുക. ഇത് കണ്ടിട്ട് നികേഷ് പറയുക, എന്തിനാ എൻ്റെ കടയിൽ മുമ്പ് വെച്ച് ഇങ്ങനെയൊക്കെ ഉപദ്രവിക്കുന്നത്, ഒരാൾ വരുമ്പോഴത്തേക്കും അത് ഞങ്ങളെ വീട്ടിലെ കുട്ടിയെ ഞങ്ങൾ അടിക്കും എന്ന് വേണമെങ്കിൽ ചെയ്യും, അത് ചോദിക്കാൻ താനാകടോ എന്നൊക്കെ പറഞ്ഞ് വഴക്ക് കൂടുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെ വലിച്ച് കൊണ്ടുപോയി ആട്ടോയിൽ കയറ്റി ആളെ വീട്ടിലേക്ക് കൊണ്ടുപോവുക. ഇത് കണ്ടുകൊണ്ട് വന്ന നികേഷിന് ഭയങ്കര സങ്കടമായിട്ടിരിക്കുക. അങ്ങനെ സുധീഷ് വരുന്നുണ്ട്. എന്താ നിനക്കൊരു സങ്കടമാണല്ലോ? അത് അപ്പോഴത്തേക്കും അവിടെ ജോലി ചെയ്യുന്ന 2 പേര് പറയുക, അത് ഇവിടെ ഇത്രയും നേരം നല്ല പ്രണയസല്ലാപമായിരുന്നു, ഇത് കണ്ടുകൊണ്ട് വന്ന വീട്ടുകാർ വലിച്ചുകൊണ്ട് പോയി അവളെ, അതുകൊണ്ടാ. ഓ അത്രയേ ഉള്ളൂ? ഇവിടെയാണെങ്കിൽ എൻ്റെ അടുത്ത് ഇഷ്ടമൊന്നും പറയാതെ നടക്കുക ഒരാൾ, ഞാൻ ഇഷ്ടമൊന്ന് ബാക്കി നടക്കണം, പിന്നെ നീ എന്തിനാ നീ വിഷമിക്കുന്നത്, നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടത് യേശു പറയുക, അത് നിങ്ങളെ കയ്യിരിപ്പ് കൊണ്ടല്ലേ, അത് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. അതുപോലെയാണോ എൻ്റെ കാര്യം? എനിക്കാണെങ്കിൽ ചോദിക്കാനാണെങ്കിൽ ഇപ്പം അവളോട് ഉണ്ടെന്നൊരു തോന്നൽ എനിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ അവൻ്റെ മാറ്റം. പണ്ടാണെങ്കിൽ അവളാണെങ്കിൽ ദൂരെ നിന്ന് വരുമ്പോൾ തന്നെ ഓടിച്ചു വിടുന്നതാ, അല്ലെങ്കിൽ തന്നെ ഒഴിഞ്ഞു മാറി നിൽക്കുന്ന ആളാ. ഇപ്പോഴത്തേക്ക് അങ്ങനെയൊന്നുമില്ല, ഭയങ്കരപ്പെട്ട മാറ്റമോ യവന് സംഭവിച്ചിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് സുധീഷിൻ്റെ അടുത്ത്. അപ്പോൾ സുധീഷ് പറയുക, ഓ അങ്ങനെയല്ലേ വരുള്ളൂ, എന്നെയും കുറേ കണ്ടൊക്കെ ആയിരിക്കും പഠിച്ചത്, നിങ്ങളെ കണ്ടോ? ഞാൻ നിങ്ങളെ കണ്ടൊന്നും പഠിക്കാറില്ല, ഞാൻ എൻ്റെ കാര്യം ഞാൻ പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിധിയാണെങ്കിൽ അതുവഴി നടന്നു വരുന്നുണ്ട് ഓഫീസിൽ പോയിട്ട്. എന്താ ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ, നിധി ഞാൻ കൂടെ വരട്ടെ നിങ്ങളോടുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട്. എന്തിനാ? വന്നോ, അതുവരെ എൻ്റെ കൂടെ നടന്നു വാ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നിധിയുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടോ, നിധി ഇനിയാണെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവരും മുമ്പിൽ എൻ്റെ ഭാര്യ ആ രീതിയിൽ വേണം നീ വരാൻ എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നിർത്തിക്കോണം, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനി ആ വക സംസാരമൊന്നും സംസാരിക്കില്ലെന്ന്, എന്നോട് വരണമെങ്കിൽ മിണ്ടാതെ വന്നോണം എന്നൊക്കെ പറയുക. അങ്ങനെ നിധിയുടെ അടുത്ത് കൂടെ വരികയും നിധിയുടെ കൂടെ വീട്ടിലേക്ക് നടന്നു വരുന്ന കണ്ട് സുഭാഷ് പറയുക, എന്തായാലും ചെറിയ മാറ്റങ്ങൾ വന്ന് തുടങ്ങിയെന്ന് തോന്നുന്നു. അപ്പോഴത്തേക്ക് വന്ന ഉടനെ സുധീഷിൻ്റെ അടുത്ത് നിധി പറയുന്നുണ്ട്, പറഞ്ഞു കേട്ടോ, വന്ന ഉടനെ എൻ്റെ അടുത്ത് പറയുക എൻ്റെ ഭാര്യ ഭർത്താവാണെന്ന്, അതുകൊണ്ട് അതറിഞ്ഞ് പെരുമാറിക്കൊണ്ടാണ് വരുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്ന റോഡിൽ കൂടെ. അപ്പോഴത്തേക്കും സുഭാഷ് പറഞ്ഞു, അതിനെന്താ അങ്ങനെ പറഞ്ഞത്, അതെല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നിധി പറഞ്ഞു, അവർക്കെല്ലാവർക്കും അറിയാമല്ലോ, ഇനി അറിയാത്ത കാര്യം കൂടെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഇനി അറിയുമ്പോഴോ സുഭാഷ് ഏട്ടാ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടത് സുധീഷ് പറയുക, അത് അറിയിക്കേണ്ട ആവശ്യമില്ല നിധി, ഇങ്ങനെ തന്നെ പോട്ടെ, എനിക്കിതാ ഇഷ്ടം, അത് ഞാനല്ലേ തീരുമാനിക്കുന്നേ, താനല്ലല്ലോ എന്ന് നിധി ചോദിക്കുന്നുണ്ട് സുധീഷിൻ്റെ അടുത്ത്. ഇനി മതി, അവരുടെ കാര്യം നോക്ക്, നിധി പോ എന്നൊക്കെ പറയുന്നുണ്ട് സുഭാഷ്. അങ്ങനെയാണെങ്കിൽ സുധീഷ് വീണ്ടും പറയുക സുഭാഷിൻ്റെ അടുത്ത്, എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് നിങ്ങളൊരു കാരണമോ, അല്ലെങ്കിൽ അവൾ ഇങ്ങനെയൊന്നും പെരുമാറില്ലായിരുന്നു,
നിങ്ങൾ ഈ കളിയാക്കലൊക്കെ കണ്ടുകൊണ്ടല്ലേ ഇരിക്കുന്നേ, അതുകൊണ്ടായിരിക്കും ഇത്രത്തോളം എൻ്റെ അടുത്ത് ഇപ്പം സംസാരിക്കാൻ ഒരു ഭയങ്കരപ്പെട്ട ഉത്സാഹം പോലെ തോന്നുന്നുണ്ട് കളിയാക്കൽ. അപ്പോഴത്തേക്ക് ഭാസ്കരൻ പറയുന്നുണ്ട്, ആദ്യം നീ ആണെങ്കിൽ അവളുടെ അടുത്ത് എങ്ങനെയാണെങ്കിൽ സ്വഭാവം മനസ്സിലാക്കാൻ നോക്ക്, അതനുസരിച്ച് പെരുമാറാൻ നോക്ക്, എന്നാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. നിങ്ങളെ വാക്ക് ഞാൻ കേൾക്കുന്നില്ല. ഒരിക്കൽ കേട്ട് എൻ്റെ കാര്യത്തിലുണ്ടായ തീരുമാനം അറിയാലോ. അവൾ ഈ വീട് വിട്ടു വരെ പോയി. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ അടുത്തൊന്നും പറയണ്ട അവളാ കാര്യത്തെക്കുറിച്ച്. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവളുടെ അടുത്ത് സംസാരിച്ചോ, എൻ്റെ അടുത്തൊന്നും പറയേണ്ട ആവശ്യമില്ല എന്ന് ഭാസ്കരൻ്റെ അടുത്ത് സുധീഷ് പറയുന്നുണ്ട്.